നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാളികളുടെ പ്രിയ താരങ്ങളായ ഗോപികയുടെയും ഗോവിന്ദ് പത്മസൂര്യയുടെയും വിവാഹമായിരുന്നു. വടക്കുംനാഥന്റെ തിരുമുമ്പിൽ വെച്ച് ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ ഇരുവരും വിവാഹിതരായി. ഇതിന്റെ ചിത്രങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. പിന്നാലെ വിവാഹ മണ്ഡപത്തിലെത്തിയ ഇരുവരുടെയും ചിത്രങ്ങളും വീഡിയോകളും എല്ലാം വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. തികച്ചും രാജകീയമായ വിവാഹമാണെന്നാണ് പലരും പറയുന്നത്. തൃശൂർ ഇരവിമംഗലത്തെ പുഴയോരത്ത് കൺവെൻഷൻ സെന്ററിൽ ഒരുക്കിയ അതിഗംഭീര ചടങ്ങിൽ വെച്ച് ഗോവിന്ദ് പത്മസൂര്യ ഗോപികയുടെ കഴുത്തിൽ പൂമാല ചാർത്തി. ഇരുവരുടെയും ക്ഷണം സ്വീകരിച്ചെത്തിയ നൂറുകണക്കിന് ബന്ധുക്കളും സുഹൃത്തുക്കളും ചടങ്ങിന് പങ്കെടുത്തു. ഇവരെ സാക്ഷി നിർത്തിയായിരുന്നു ചടങ്ങുകൾ. വടക്കുംനാഥ ക്ഷേത്രത്തിൽ നടന്ന താലി ചാർത്തൽ ചടങ്ങിന് വളരെ അടുത്ത സുഹൃത്തുക്കൾ മാത്രമായിരുന്നു പങ്കെടുത്തിരുന്നത്. മുല്ലപ്പൂ പന്തലിലൂടെയാണ് GP ഗോപികയുടെയും കൈപിടിച്ചെത്തിയത്. ബന്ധുക്കൾ ഒരുക്കിയ സ്വീകരണം ആസ്വദിച്ച് സർവ്വ പ്രൗഢിയോടെയാണ് ഗോപികയും GPയും മണ്ഡപത്തിലെത്തിയത്. ലൈം ഗ്രീൻ പിങ്ക് സാരിയിൽ ഒരു രാജ്ഞിയെ പോലെ അണിഞ്ഞൊരുങ്ങിയാണ് ഗോപിക എത്തിയത്. റോയൽ ഷെർവാണി സ്യൂട്ടിൽ ആണ് GP എത്തിയത്. ഇടവേള ബാബു, സായികുമാർ, ബിന്ദു പണിക്കർ, മിയയുടെ കുടുംബവും അപ്സര സാന്ത്വനത്തിലെ ബാലേട്ടനായി എത്തിയ രാജീവും കുടുംബവുമായാണ് എത്തിയത്. മുൻ MLA BT ബൽറാം, യൂട്യൂബർമാരായ മീത്, മിറി, സഞ്ജു എന്നിവരും ചടങ്ങിനെത്തിയിരുന്നു. അതേസമയം താലികെട്ടിന്റെ വീഡിയോ GP തന്നെ സ്വന്തം യൂട്യൂബ് ചാനൽ വഴി പങ്കിട്ടിട്ടുണ്ട്. എന്നാൽ വിവാഹ വീഡിയോ കണ്ടപ്പോൾ ഏറെയും ആരാധകർക്കുണ്ടായിരുന്ന അതിശയവും വടക്കുംനാഥ ക്ഷേത്രത്തിൽ വെച്ചുള്ള വിവാഹമായിരുന്നു. കാരണം പൊതുവെ വടക്കുംനാഥ ക്ഷേത്രത്തിൽ വിവാഹം പതിവ് കാഴ്ചയല്ലത്രേ. അതുകൊണ്ട് തന്നെ ഇത് അപൂർവങ്ങളിൽ അപൂർവം എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. മുമ്പും പല വിവാഹങ്ങളും ക്ഷേത്രത്തിൽ നടന്നിട്ടുണ്ട്. മാത്രമല്ല, തിരക്കൊഴിവാക്കാനായി 10 പേരിൽ കൂടുതൽ ചടങ്ങിൽ ഉണ്ടാകാൻ പാടില്ലെന്ന നിർദ്ദേശം മാത്രം ക്ഷേത്ര കമ്മിറ്റി മുന്നോട്ട് വെക്കുന്നത്. വടക്കുംനാഥന്റെ ഭക്തനായ GP തന്റെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ കാര്യവും അവിടെ വെച്ച് നടത്താൻ തന്നെ തീരുമാനിക്കുകയായിരുന്നുവെന്ന് നമഃശിവായ മന്ത്രം കുറിച്ചുകൊണ്ടുള്ള GPയുടെയും ഗോപികയുടെയും കല്യാണക്കുറിയും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. പുലർച്ചെ ക്ഷേത്രനടയിൽ എത്തിയ താരങ്ങളും കുടുംബാംഗങ്ങളും പ്രദക്ഷിണം പൂർത്തിയാക്കി ശേഷം ഭഗവാന്റെ നടയ്ക്ക് മുൻപിൽ എത്തിയാണ് താലികെട്ട് നടത്തിയത്. ശ്രീകോവിലിൽ നടയ്ക്ക് പുറത്തു വെച്ചായിരുന്നു താലി ചാർത്ത്. കസവ് സാരിയും മുല്ലപ്പൂവും മിനിമൽ ആഭരണങ്ങളും സിമ്പിൾ മേക്കപ്പുമാണ് താലികെട്ടിനായി ഗോപിക തെരഞ്ഞെടുത്തത്. കസവും മുണ്ടും നേരിയതുമായിരുന്നു GPയും വേഷം. ഗോപികയുടെയും GPയുടെയും ഇരു കുടുംബങ്ങളും താലികെട്ടിൽ പങ്കെടുക്കാൻ കേരള തനിമയുള്ള വസ്ത്രം ധരിച്ചാണ് എത്തിയത്. കഴിഞ്ഞ ഒരാഴ്ചയായി വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികളുമായി ആഘോഷിക്കുകയായിരുന്നു GP. ഹൽദി, മെഹന്തി, ഐനിയൂണ് ചടങ്ങുകളുടെ എല്ലാം വീഡിയോയും ചിത്രങ്ങളും വൈറലായിരുന്നു. വളരെ വിരളമായി മാത്രം വധുവരന്മാർ നടത്താറുള്ള ഐനിയൂണ് ചടങ്ങ് GPയും ഗോപികയും നടത്തിയത് ആരാധകർക്കും പ്രേക്ഷകർക്കും കൗതുകം പകർന്നു. കഴിഞ്ഞ വർഷം ഒക്ടോബർ 23-നാണ് വിവാഹ നിശ്ചയ ഫോട്ടോകൾ പങ്കുവച്ച് GPയും ഗോപികയും വിവാഹ വാർത്ത പുറത്തുവിട്ടത്. ഇരുവരും വിവാഹിതരാകുന്നുവെന്ന് ഒരിക്കലും പ്രേക്ഷകർ പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആരാധകർക്കും വിവാഹ നിശ്ചയ ചിത്രങ്ങൾ വലിയൊരു സർപ്രൈസ് ആയിരുന്നു. മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും ഏറെ സജീവമാണ് GP. അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക സെലിബ്രിറ്റികളും GP ഗോപിക വിവാഹം ആഘോഷമാക്കാൻ എത്തിയിട്ടുണ്ട്. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.